ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ LGSന്റെ ക്ലാസ് 29-ാം തീയതി ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും ആ ക്ലാസ്സിനായി വെയിറ്റ് ചെയ്യുക. നല്ലൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ആ ക്ലാസ് നന്നായി പഠിക്കുക. അപ്പോൾ LGSന്റെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 29-ാം തീയതി മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. നമുക്ക് സമയം കളയേണ്ട. ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പ്രകാശ പ്രതിഭാസങ്ങളാണ് PSC പ്രകാശ മേഖലയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മേഖല. അതിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടതാണ് അപവർത്തനം. നമ്മൾ എന്താണ് ഇവിടെ അപവർത്തനം എന്ന് ഒന്നും പറയുന്നില്ല. അപവർത്തനം PSC ചോദിച്ചുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. പ്രകാശ പ്രതിഭാസങ്ങൾ അപവർത്തനത്തിന് ചോദിച്ചതാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനം, ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ് അല്ലെങ്കിൽ സ്കെയില് അല്ലെങ്കിൽ പെൻസിൽ, ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളാം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, സ്കെയില്, പെൻസില്, ഇതിനെല്ലാത്തിനും ഒന്ന് തന്നെയാണ്. വളഞ്ഞതായി തോന്നുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അപവർത്തനം. മറക്കരുത്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന കമ്പ്, സ്കെയില്, പെൻസിൽ, ഇത് മൂന്നുമാണ് PSCക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കള്. ഇത് മൂന്നും മാറി മാറി ഇങ്ങനെ ചോദിക്കും. സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും അല്പസമയത്തേക്ക് സൂര്യപ്രകാശം നമുക്ക് എന്ത് ചെയ്യും? ദൃശ്യമാകും. ഇതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാലും അപവർത്തനമാണ്. സൂര്യപ്രകാശത്തിന്റെ അല്ലെങ്കിൽ പ്രകാശരശ്മിയുടെ അപവർത്തനം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് എന്താണ്? ചക്രവാളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂര്യന്റെ പ്രകാശം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. സൂര്യൻ അസ്തമിച്ച ശേഷവും അല്പനേരം എന്ത് ചെയ്യും? ചക്രവാളത്തിൽ പ്രകാശം നിൽക്കുന്നതിന് കാരണം ചോദിച്ചാല് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന അപവർത്തനമാണ്. മരീചിക എന്ന പ്രതിഭാസം ഇപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നു. ചില സമയങ്ങൾ എന്ത് ചെയ്യും? PSC ഡിലീറ്റ് ചെയ്ത് കളയും. മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണം അപവർത്തനം. മരീചിക ചോദിച്ചപ്പോഴൊക്കെ PSC ഉത്തരം കൊടുത്തത് അപവർത്തനത്തിന് തന്നെയാണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രം. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രം. ഈ മേഖലയിലുള്ള ക്ലാസ്സുകൾ ഉടനെ അപ്ലോഡ് ആകുന്നതാണ് സുഹൃത്തുക്കള്. ഇപ്പോൾ ഈ പോയിന്റ്സ് PSC ചോദിച്ച പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത് എക്സാം ഓറിയന്റഡ് ആയിട്ട് എടുക്കുന്ന ക്ലാസ് ആണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം എന്ന് ചോദിച്ചാൽ അവൻ വജ്രമാണ്. ആരാണ്? വജ്രമാണ് അപവർത്തനാങ്കം ഏറ്റവും കൂടിയത്. ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവാണ് 48.6 ഡിഗ്രി. മറക്കരുത്, 48.6 ഡിഗ്രിയാണ് ജലത്തിന്റെ ക്രിട്ടിക്കൽ കോണളവ്. അടുത്തതായി നമ്മൾ പഠിക്കുന്നതാണ് പൂർണ്ണാന്തര പ്രതിഫലനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം. നമുക്ക് ഇനി മലയാളം മതി, അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് പോവാത്തത്. ഈ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് വജ്രത്തിന് തിളക്കത്തിന് കാരണം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനം. ഈ ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണാന്തര പ്രതിഫലനം. ഫൈബർ ഒപ്റ്റിക്സ് കേബിളിന്റെ പ്രവർത്തനം ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണാന്തര പ്രതിഫലനം. എൻഡോസ്കോപ്പിയുടെ പ്രവർത്തനം ചോദിച്ചാൽ അതും പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയുടെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവാണ് നരീന്ദ്ര സിംഗ് കപാനി. മറന്നു പോരുത്, നരീന്ദ്ര സിംഗ് കപാനി. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നരീന്ദ്ര സിംഗ് കപാനി. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വിഭങ്കനം. ഫിസിക്സിലെ പല വാക്കുകളും നമുക്ക് നന്നായിട്ട് ഫെമിലിയർ ആവണം. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഗങ്ങൾ PSC ചോദിക്കുന്നില്ല. വിഭങ്കനം. എന്താ വിഭങ്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്രാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് വിഭങ്കനം. സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം, പ്രകാശമാനമായ ഒരു വലയം കാണുന്നതിന് കാരണം വിഭങ്കനമാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവില്ല്, സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന് കാരണവും വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകളുടെ അരിക് അവ്യക്തവും ക്രമരഹിതവുമായി കാണപ്പെടുന്നതിന് കാരണം വിഭങ്കനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ ആണ്. അടുത്തതാണ് വ്യതികരണം അല്ലെങ്കിൽ ഇന്റർഫെറൻസ്. ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് ആവശ്യം എന്തൊക്കെയാണ് PSC മേഖല എന്ന് ചോദിച്ചിട്ടുള്ളത്. സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്ക് കാരണം വ്യതികരണം. മറക്കരുത്, സോപ്പ് കുമിളയിലെ വർണ്ണങ്ങൾക്കു കാരണം വ്യതികരണം. വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിൽ കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണമായ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ വ്യതികരണം. അല്ലെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്ന ഓയിലിൽ കാണപ്പെടുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം എന്തെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വ്യതികരണം തന്നെയാണ്.
അടുത്തതാണ് PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയാണ് വിസരണം. ഈ ഭാഗത്തു നിന്നാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. വിസരണം അല്ലെങ്കിൽ പറയുന്ന പേരാണ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്കാറ്ററിങ്ങിനെ അറിയപ്പെടുന്ന പേരാണ് വിസരണം എന്ന് പറയുന്നത്. ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണം ആഴക്കടലിന്റെ നീലിമയ്ക്ക് കാരണം. ആകാശത്തിന്റെ നീലിമയ്ക്ക് കാരണവും ആഴക്കടലിന്റെ നീലിമയ്ക്ക് കാരണവും ആരാടെ? വിസരണമാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും PSC ചോദിച്ചിരുന്നതാണ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന് ചുവപ്പ് നിറം നൽകുന്നതിന് കാരണം, അല്ലെ ചുവപ്പ് നിറം കാണപ്പെടുന്നതിന് കാരണം ചോദിച്ചാൽ അതും വിസരണമാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ ചക്രവാളത്തിൽ ചുവപ്പ് നിറത്തിനു കാരണമാകുന്നത് വിസരണമാണ്. വർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് കൂടുന്നു. വർണ്ണങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയും തോറും വിസരണ നിരക്ക് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് ചുവന്ന പ്രകാശത്തിന് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിന് തരംഗ ദൈർഘ്യം കൂടിയതുകൊണ്ട് അവന് വിസരണം എന്ത് ചെയ്യൂടെ? നന്നായിട്ട് അങ്ങ് കുറയും. ഇങ്ങനെ വിസരണം കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വർണ്ണത്തിന് കൂടുതൽ ദൂരം എന്ത് ചെയ്യാൻ കഴിയും? സഞ്ചരിക്കുവാൻ കഴിയും. ദൂരെ നിന്ന് തന്നെ നമുക്ക് റെഡ് സിഗ്നലുകൾ അല്ലെങ്കിൽ സിഗ്നലുകളുടെ റെഡ് നിറം നമുക്ക് തിരിച്ചറിയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണ നിരക്ക് കൂടിയ നിറം വയലറ്റ് ആണ്. അടുത്ത പോയിന്റ് ആണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വിസരണമുള്ള നിറം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് ആണ്. അപ്പോൾ വയലറ്റും നീലയും അതുപോലെ എന്താണ് ഇൻഡിഗോ, ഈ നിറങ്ങൾ മൂന്നെണ്ണം എന്ത് ചെയ്യും? കൂടുതലായി വിസരണം സംഭവിക്കുന്നത് കൊണ്ടാണ് ആകാശത്തിന് നീല നിറം എന്താണ് കാണുന്നത്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. കാരണം എന്താണ്? ചന്ദ്രനിലെ അന്തരീക്ഷമില്ല. എന്തില്ല? അന്തരീക്ഷമില്ല. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കുവാൻ കാരണം ചോദിച്ചാൽ വികിരണമാണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം ചോദിച്ചാൽ അതിന് ഉത്തരം വികിരണമാണ്. ഈ സൂര്യനിൽ നിന്നുള്ള താപോർജം പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം വികിരണം. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം ചോദിച്ചാൽ അതും ആരാടെ? വികിരണം. അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്നതിന് കാരണം എങ്ങനെയെന്ന് ചോദിച്ചാലും അതും വികിരണം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ PSC ചോദിക്കുന്നതാണ്, താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു, കാരണം എന്ത്? അത് വികിരണമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ റേഡിയേഷനായി സഞ്ചരിക്കുന്നതുകൊണ്ടാണ്. വികിരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും റേഡിയേഷൻ എന്ന്. അപ്പോൾ സൂര്യനിലുള്ള താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിച്ച് ഭൂമിയിലെത്തുന്നതിന് കാരണം ചോദിച്ചാൽ വികിരണമാണ്. അതുപോലെ സൂര്യനുള്ള ഊർജം ഭൂമിയിലെത്തുന്നത് ഏതു രീതിയിലെന്ന് ചോദിച്ചാൽ വികിരണത്തിലൂടെയാണ്. സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഊർജം ഭൂമിയിൽ തട്ടിയിട്ട് തിരിച്ച് ശൂന്യാകാശത്തേക്ക് പോകുന്നത് ഏത് രീതിയിലെന്ന് വെച്ചാൽ അതും വികിരണമാണ്. ഇത്രയും പോയിന്റ് PSC ഭാഗത്ത് ചോദിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഒന്നുകൂടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാം. സൂര്യനിൽ നിന്നുള്ള താപോർജവും പ്രകാശോർജവും ഭൂമിയിലെത്തുന്നതിന് കാരണം വികിരണം. സൂര്യനിൽ നിന്നുള്ള താപോർജം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് വികിരണം കൊണ്ടാണ്. ഭൂമിയിൽ പതിച്ച സൂര്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം തിരിച്ച് ശൂന്യാകാശത്തേക്ക് പോകുന്നത് ഏതു രീതിയിലെന്ന് ചോദിച്ചാൽ അതും വികിരണ രീതിയിലാണ്. അതുപോലെ തന്നെ തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണവും എന്താണ്? വികിരണമാണ്. പ്രകാശത്തിനെ അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രകീർണനം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് പ്രകീർണനം. മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം LGS ലെവൽ സ്ഥിരം ചോദ്യമായിരുന്നു. ചുവപ്പ്. മഴവില്ലിന്റെ പുറം വക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്. മഴവില്ലിന്റെ മധ്യഭാഗത്ത് കാണപ്പെടുന്ന നിറം പച്ച. മഴവില്ലിന്റെ ഉൾഭാഗത്ത് കാണപ്പെടുന്ന നിറം എന്ന് ചോദിച്ചാല് അത് വയലറ്റ് ആണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി എന്താണ്? എന്താകൃതിയാണ്? വൃത്താകൃതിയാണ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിന്റെ ആകൃതി എന്താണ്? വൃത്താകൃതി. അടുത്തതായി ഊർജത്തിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വിവിധ രൂപങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാകുന്ന ഊർജ രൂപങ്ങളും നാം പ്രയോജനപ്പെടുത്തുന്ന ഊർജ രൂപം അതിൽ ഏതാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യമായി പറഞ്ഞിരിക്കുന്ന സന്ദർഭമാണ് ടോർച്ച് പ്രകാശിക്കുന്നു. ടോർച്ച് പ്രകാശിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകാശോർജം എന്തായിരുന്നാലും ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ താപോർജവും ഉണ്ടാകും. പ്രകാശോർജത്തിനൊപ്പം എന്തുണ്ടാകും സുഹൃത്തുക്കളെ? താപോർജവും ഉണ്ടാകും. അത് പുതിയ ടൈപ്പ് LED ലൈറ്റ് ആയിരുന്നാലും ശരി, പണ്ടത്തെ നമ്മുടെ ഇൻകാൻഡസെന്റ് ലൈറ്റ് ആയിരുന്നാലും ശരി, പ്രകാശം ഉണ്ടാകുന്നുണ്ടോ, അതിലും വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുന്നുണ്ടോ എങ്കിൽ അതിനകത്ത് താപവും ഉണ്ടായിരിക്കും.
യാതൊരു വ്യത്യാസവുമില്ല അതിന്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നത് ആരെ മാത്രമെന്നേ ഉള്ളൂ? പ്രകാശോർജത്തെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും അവിടെ ഉണ്ടാകുന്നുവെങ്കിലും പ്രകാശോർജമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകാറുണ്ട് അല്ലെ സുഹൃത്തുക്കളെ? മെഴുകുതിരി കത്തുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും നമ്മൾ പ്രകാശോർജമാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? പ്രകാശോർജമാണ് ഇവിടെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തുമ്പോൾ പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്, താപോർജവും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ അടുപ്പിൽ വിറക് കത്തിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കും, അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പ്രകാശോർജം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ അവിടെ താപോർജമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ പ്രകാശോർജവും താപോർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൽ താപോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്നു. ടോർച്ച് ബൾബിന്റെ അതേ പ്രവർത്തനം തന്നെയാണ്. ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പ്രകാശോർജവും താപോർജവും ഉണ്ടാകും. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് സുഹൃത്തുക്കളെ? പ്രകാശോർജമാണ്. നമ്മുടെ ടോർച്ച് പ്രകാശിക്കുന്ന സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. വൈദ്യുത ബൾബ് പ്രകാശിച്ചാലും താപോർജവും പ്രകാശോർജവും ഉണ്ടാകുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ആരെ മാത്രമാണ്? പ്രകാശോർജത്തെ മാത്രമാണ്. പടക്കം പൊട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് കേട്ടോ. പടക്കം പൊട്ടുന്നു. പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട ഊർജങ്ങളാണ് ഉണ്ടാകുന്നത്, ശബ്ദോർജവും താപോർജവും. ആരൊക്കെയാണ് ഉണ്ടാകുന്നത്? ശബ്ദോർജവും താപോർജവുമാണ് പടക്കം പൊട്ടുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിൽ ശബ്ദോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് പ്രധാനമായിട്ടും ശബ്ദോർജമാണ്. പടക്കം പൊട്ടിക്കുന്നത് നമ്മൾ ശബ്ദം കേൾക്കാനല്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ ശബ്ദോർജമാണ് നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെന്ന് സുഹൃത്തുക്കളെ പഠിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. ടോർച്ച് പ്രകാശിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടാകുന്ന ഊർജങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രകാശോർജവും താപോർജവുമാണ്. അതിൽ പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെഴുകുതിരി കത്തുന്ന സമയത്ത് പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നെങ്കിലും അവിടെയും പ്രകാശോർജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുപ്പിൽ വിറക് കത്തിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നു, എങ്കിലും നമ്മൾ താപോർജമാണ് അവിടെ ഉപയോഗിക്കുന്നത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്തും പ്രകാശോർജവും താപോർജവും ഉണ്ടാകുന്നുവെങ്കിലും അവിടെയും നമ്മൾ പ്രകാശോർജമാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പടക്കം പൊട്ടുന്ന സമയത്ത് ശബ്ദോർജവും താപോർജവും ഉണ്ടാകുന്നു, എന്നാൽ അവിടെ ശബ്ദോർജമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നതെന്നും സുഹൃത്തുക്കളെ പഠിക്കുക. മറ്റൊരു പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെ കുറെ സന്ദർഭങ്ങൾ നേരത്തെ തന്നതുപോലെ തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ഇത്തരം സന്ദർഭത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ഊർജങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നേരത്തെ സന്ദർഭം ഇപ്പോഴത്തെ സന്ദർഭം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. നേരത്തെ സന്ദർഭം അല്ലെങ്കിൽ നേരത്തെ കേസ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെ ഊർജ്ജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ആ ഊർജ്ജ രൂപത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം എന്നാണ് പഠിച്ചത്. എന്നാൽ ഇതിന്റെ കേസിൽ വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു സന്ദർഭം തന്നിരിക്കും, അവിടെ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സന്ദർഭം പൂത്തിരി കത്തുന്നു. പൂത്തിരി കത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ താപോർജം ഉണ്ടാകും. പൂത്തിരി വെറുതെ സൈലന്റ് ആയിട്ടാണോ സുഹൃത്തുക്കളെ കത്തുന്നത്? കരിപിരി സൗണ്ട് കേൾക്കുമല്ലേ? അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൂത്തിരി നമ്മൾ എന്തിനാ കത്തിക്കുന്ന? പ്രധാനമായിട്ടും പ്രകാശോർജത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കത്തുന്ന പ്രകാശം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൂത്തിരി കത്തിക്കുന്നത്. അതുകൊണ്ട് പൂത്തിരിയിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താപോർജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജം ഉണ്ടാകുന്നുണ്ട്, പ്രകാശോർജവും ഉണ്ടാകുന്നുണ്ട്. പഠിക്കുക. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിന്റെ എഞ്ചിനടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് താപം അനുഭവപ്പെടും. അപ്പോൾ അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ എഞ്ചിന്റെ അടുത്ത് കൈവച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളും. അതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് അവിടെ താപോർജം ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ സൈലന്റ് ആണോ സുഹൃത്തുക്കളെ? ഇലക്ട്രിക്കൽ വണ്ടി പോലെ അല്ല. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ശബ്ദോർജം രൂപപ്പെടുന്നുണ്ട്. ഇവിടെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് യാന്ത്രികോർജമാണ്, അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഊർജമാണ്. മറക്കരുത്, യാന്ത്രികോർജം അവിടെ ഉണ്ടാകുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ഓടുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി ഉണ്ടാകുന്ന ഊർജം ഏതാണ്? യാന്ത്രികോർജമാണ്.
അതിനുശേഷം ഉണ്ടാകുന്നത് താപോർജ്ജമാണ്, അതിനുശേഷമാണ് ശബ്ദോർജ്ജം ഉണ്ടാകുന്നത് എന്ന് പഠിക്കുക. മിക്സിയുടെ പ്രവർത്തനം. മിക്സി പ്രവർത്തിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്സിയുടെ ആ മോട്ടറിൽ നല്ല രീതിക്ക് ചൂടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ. ഇനി ഏതെങ്കിലും ഒരു വീട്ടിൽ മിക്സി സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുക സുഹൃത്തുക്കളെ? ഇല്ല. അപ്പോ ഏതൊരു മിക്സി പ്രവർത്തിച്ചാലും ശബ്ദമുണ്ടാവും, അല്ലെങ്കിൽ മോട്ടർ കറങ്ങുമ്പോൾ എന്തുണ്ടാവും? ശബ്ദമുണ്ടാവും. അപ്പോൾ ശബ്ദോർജ്ജവും മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്നതാണ് യാന്ത്രികോർജ്ജം. ഇത് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ഈ യാന്ത്രികോർജ്ജം. അതുകൊണ്ട് യാന്ത്രികോർജ്ജത്തിന് അല്പം ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സുഹൃത്തുക്കള്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട്, ശബ്ദോർജ്ജം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതും എന്താണ്? അതിലെ യാന്ത്രികോർജ്ജമാണ് പഠിക്കുക. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നു. മിക്സി പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രവർത്തന തത്വമാണ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോഴും. ഒന്നുമില്ല, ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ അവിടെ താപമുണ്ടാകുന്നു, അപ്പോൾ താപോർജ്ജം അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ശബ്ദം ഉണ്ടാകാറുണ്ട്, അതുകൊണ്ട് അവിടെ ശബ്ദോർജ്ജം ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടറിന്റെ പുറത്ത് വരുന്ന ആ യാന്ത്രികോർജ്ജമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അവിടെ യാന്ത്രികോർജ്ജവും ഉണ്ടാകാറുണ്ട്. ഇത് മൂന്നും സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സന്ദർഭങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇവയെല്ലാം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് PSC ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് സുഹൃത്തുക്കളെ, ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.